വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നല്ല ഈശോയെ, യുവജന വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായി ACC ക്ലാസ്സുകളിൽ ഞങ്ങളുടെ ഇന്നത്തെ ഈ ക്ലാസ്സിനെ പരിപൂർണമായി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചിന്തകളെ നിയന്ത്രിച്ച് നേർവഴിക്ക് നയിക്കുകയും ചെയ്യണമേ. അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്ന ഉത്തമ കത്തോലിക്കരായി വളരുവാനുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ, പരിശ്രമങ്ങളെ വിജയിപ്പിക്കുവാൻ അങ്ങയുടെ കൃപ സമൃദ്ധമായി ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മധ്യസ്ഥം അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയെ സ്തുതിയായിരിക്കട്ടെ. നിങ്ങള് ഉഷാറായിട്ടിരിക്കണമെന്ന് വിചാരിക്കും അല്ലേ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സൊക്കെ നിങ്ങൾ കണ്ടു എന്നാണ് ഞാൻ കരുതുന്നത്. കണ്ടില്ലേ എല്ലാവരും? ഓക്കെ. ഈ ദിവസം നമ്മൾ 5-ാം പ്രമാണമാണ് പഠിക്കാൻ പോകുന്നത്. എന്താ 5-ാം പ്രമാണം? കൊല്ലരുത് എന്നുള്ളതാണ് 5-ാമത്തെ പ്രമാണം. നമുക്കറിയാം, കൊലപാതകത്തിന് അല്ലെങ്കിൽ കൊല്ലരുത് എന്നുള്ള കൽപ്പനയുടെ കീഴിൽ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും കൊലപാതകവുമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. കൊലപാതകവുമായിട്ട് ചേർന്ന് പോകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. നമ്മൾ ഈ ക്ലാസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. കർത്താവ് കായേനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? കൊല്ലരുത് എന്നുള്ള കൽപ്പനയിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരാണ് ജീവന്റെ ഉടമ എന്നുള്ളതാണ്. നമുക്ക് ജീവൻ നൽകുന്നത് ആരാണ്? ദൈവം, അല്ലേ? എല്ലാ മനുഷ്യർക്കും ജീവൻ നൽകുന്നത് ദൈവമാണ്. അപ്പം വിവാഹത്തിലൂടെ ദമ്പതികളാകുന്ന രണ്ടുപേരെ ഒന്നായി തീരുകയും അവരുടെ ശാരീരിക ബന്ധത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്യുമ്പോൾ അതിൽ ജീവൻ പ്രദാനം ചെയ്യുന്ന ആ ഒരു കാര്യം ചെയ്യുന്നത് ദൈവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവത്തിനാണ് ജീവനിലുള്ള അവകാശം. ആ ജീവൻ നൽകിയ ദൈവമാണ് നീ കൊല്ലരുത് എന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. കാരണം ജീവൻ ദൈവത്തിന്റെ ദാനമാണ്. ദാനമായി ലഭിച്ച ജീവൻ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യാനായിട്ട്, നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല. മറ്റൊരാളുടെ ജീവന്റെ മേൽ കൈവയ്ക്കാനും നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ദാനമായ ജീവൻ നശിപ്പിക്കാൻ നമുക്ക് അധികാരമില്ല എന്ന് പറയുന്നത്? ഒരു കാരണം കൂടി അതിനുണ്ട്. കാരണം നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആരുടെ ഛായയിലാണ്? ദൈവത്തിന്റെ ഛായയിലാണ് നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദാനമായി നൽകിയ ജീവനെ തിരിച്ചെടുക്കാനുള്ള അവകാശം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകം അതേതാണ്? കായ ആബേലിനെ കൊന്നതല്ലേ ആദ്യത്തെ കൊലപാതകം? കറക്റ്റാണ്. സഹോദരന്റെ കൊലപാതകത്തിന് കാരണക്കാരനായ കായേനെ ദൈവം ശിക്ഷിക്കുന്നുണ്ട്, അല്ലേ? ആ നിഷ്കളങ്കനായ ആബേലിന്റെ രക്തം ഭൂമിയിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുന്നതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് കായേൻ ആബേലിനെ കൊന്നത്? പറയാൻ പറ്റും? ആബേലിന്റെ ബലി ദൈവം സ്വീകരിച്ചു, കായന്റെ ബലി ദൈവം സ്വീകരിച്ചില്ല. അതല്ല കാരണം? തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ ഇതിന് കായേനെ, ഈ കൊലപാതകത്തിന് കായേനെ പ്രേരിപ്പിച്ചത് എന്താ? അസൂയും കോപവും കാരണല്ലേ? തീർച്ചയായിട്ടും ഈ രണ്ട് കാരണങ്ങളാണ് ആ കൊലപാതകത്തിന് കാരണമായത്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കൊല്ലരുത് എന്നുള്ള കൽപ്പനയ്ക്കെതിരായിട്ട് വരുന്ന മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാനമായ കാരണം കോപവും അസൂയയുമാണ്. ചെറിയ ഒരു അസ്വസ്ഥത, മറ്റൊരാളുടെ നേട്ടത്തിലുണ്ടാകുന്ന അസൂയ, അത് പതുക്കെ ദേഷ്യമായിട്ട് കോപമായിട്ട് വരുന്നു. ആ ദേഷ്യവും കോപവും അല്ലെങ്കിൽ ആ അസൂയയുമാണ് നമുക്ക് എന്തായിട്ട് മാറുന്നത്? വലിയ ഒരു തിന്മ പ്രവർത്തിക്കാനായിട്ടുള്ള പ്രചോദനം നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ് എന്താണ്?
കോപം അസൂയയും ഉണ്ടാകുമ്പോൾ അത് നിയന്ത്രിക്കുക എന്നുള്ളതും അത് അടുത്ത ഘട്ടത്തിലേക്ക് പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കോപത്തെയും അസൂയയൊക്കെ നമ്മൾ നിയന്ത്രിച്ച് അതിനെതിരായിട്ടുള്ള പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും പരിശീലിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാതെ തന്നെ ആ പാപത്തിൽ വീഴാതെ തന്നെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഒന്നും പറയണ്ട. ഇന്നത്തെ ആത്മഹത്യ കേസില്ലേ, അതിന്റെ പേരിൽ പിന്നാലെ ആ ശവത്തിന്റെ പിന്നാലെ ഇട്ടിട്ട് ഇന്നലെ തൊട്ടിട്ട് ഒരു പോലെ കണ്ണടയ്ക്കാൻ പോലും മനുഷ്യന്മാർക്ക് പറ്റിയിട്ടില്ല. ഏതോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ എന്താവും. ഇവനെ സ്കൂളുകളൊക്കെ കഞ്ചാവുള്ള സ്ഥിരമല്ല പോകും. ഹലോ, പോലീസ് സ്റ്റേഷൻ. എവിടെയാണ് സ്ഥലം? ഓക്കെ, ഏത് ഫാക്ടറി? ആ, പ്രൊഡക്റ്റിന്റെ പേര് പറയൂ. ആ, ഓക്കെ ഓക്കെ, അന്വേഷിക്കാം. സർ, ഇപ്പൊ ഒന്ന് പോണേ, മറ്റേ ഫാക്ടറിയിൽ മായം ചേർത്ത് പറഞ്ഞിട്ട് ഒരു പരാതിയായിട്ട് വിളിച്ചിരുന്നു. മറ്റേ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് നമ്മുടെ കഴിഞ്ഞ കൊലപാതക കേസ് അന്വേഷിക്കാം. കൊല്ലരുത് എന്ന കൽപ്പനയുടെ കീഴിൽ ഏതൊക്കെ കുറ്റകൃത്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. മാഷ് മനഃപൂർവ്വം ഒരാളെ കൊല്ലണത്? ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഒരാളെ കൊല്ലുന്നത്. ആത്മഹത്യ ഇതിന് കീഴിൽ വരില്ലേ? ആത്മഹത്യയും ഇതിന്റെ കീഴിൽ വരുന്നതാണ്. 5-ാം പ്രമാണത്തിന്റെ ലംഘനമാണ് ആത്മഹത്യ ചെയ്യുന്നത്. കാരണം എന്താ? നമ്മുടെ സ്വന്തം ജീവൻ നമ്മൾ തന്നെ നശിപ്പിക്കുന്നത്, നമ്മൾ തന്നെ ജീവൻ ഒടുക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. കാരണം നേരത്തെ നമ്മൾ സംസാരിച്ചതാണ്, ദൈവമാണ് ജീവന്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം ജീവന് പോലും നമുക്ക് അവകാശമില്ല. വേറെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഈ പ്രമാണത്തിന്റെ കീഴിൽ വരുമെന്ന് തോന്നുന്നത്? ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഈ പ്രമാണത്തിനടി വരും. മരിയ പറഞ്ഞത് കറക്റ്റാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഈ പ്രമാണത്തിന് കീഴിലാണ് വരിക. എങ്ങനെയാണ്? അത് ഡയറക്റ്റ് ആയിട്ട് കൊലപാതകമല്ല, അല്ലെ? നമുക്ക് ദൈവം തന്നിട്ടുള്ള ശരീരത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ അവകാശമാണ്, അതുപോലെ തന്നെ കടമയും കൂടെ, അല്ലെ? ലഹരി വസ്തുക്കളുടെ ഉപയോഗം ശരീരത്തിന്റെ സുസ്ഥിതിയെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഈ പറഞ്ഞ പ്രമാണത്തിന്, കൊല്ലരുത് എന്നുള്ള പ്രമാണത്തിന്റെ കീഴിൽ ആ ഒരു പരിധി വരുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് എനിക്ക് തോന്നുന്നു നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചിന്തയിൽ വരുന്ന ചില ഉത്തരങ്ങളാണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ മിക്കവാറും നമ്മൾ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ കാണുന്ന, സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുറ്റകൃത്യങ്ങളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും കുറ്റകൃത്യം ഈ ഒരു കൊല്ലരുന്ന കൽപ്പനയിൽ വരും? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഭ്രൂണഹത്യ അതിന്റെ കീഴിൽ വരുന്നതല്ലേ? ഭ്രൂണഹത്യ ഇതിന് കീഴിൽ വരുന്നത് ഈയിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണല്ലേ ഭ്രൂണഹത്യ. തീർച്ചയായിട്ടും ഭ്രൂണഹത്യ കൊല്ലരുതെന്നുള്ള ആ പ്രമാണത്തിന്റെ ലംഘനമാണ്. ഒരു മനുഷ്യജീവിയെ അല്ലെങ്കിൽ കൊല്ലരുത് തന്നെയാണ് ഭ്രൂണഹത്യ, തീർച്ചയായിട്ടും. ഇനി വേറെ ചില കൊലപാതകങ്ങളും കൂടെ ഒരുപക്ഷെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദയാവധം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ദയാവധം എന്ന് പറയുന്നത് കാരുണ്യവധം എന്നൊക്കെ പറഞ്ഞ് അതിനെ നമ്മൾ റോമൻകാരൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ കരുണ എന്നുള്ളത് വധം എന്ന വാക്കിനോട് ചേർന്ന് പോകാവുന്ന ഒരു വാക്കാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അല്ല എന്ന് വേണം പറയാൻ. വധത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടോ? ഒരിക്കലുമില്ല. ഒറ്റ കാര്യമുള്ളൂ, മനുഷ്യജീവൻ ഏത് അവസ്ഥയിലായാലും വിലപ്പെട്ടതാണ്. സാധാരണ ദയാവധത്തെ പറ്റിയിട്ട് പറയുമ്പോൾ പറയാറുള്ള കാര്യമാണ്, ഈ വ്യക്തി ജീവിച്ചിരുന്നത് കൊണ്ട് ആ വ്യക്തിക്കോ അയാളുടെ കുടുംബത്തിനോ ലോകത്തിനോ ആർക്കും ഒരു ഉപകാരമില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, വേറൊരാൾക്ക് ഉപകാരമുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണ്ടെന്ന് വെക്കാവുന്നതോ കൊന്നു കളയാവുന്നതോ ആയിട്ടുള്ള ഒരു വസ്തു പോലെയാണോ നമ്മൾ മനുഷ്യരെ കാണുന്നത്? തീർച്ചയായിട്ടും അല്ല, അല്ലെ? അപ്പൊ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വ്യക്തിയുടെ അവസ്ഥ ഏത് തന്നെ ആയാലും
ദൈവം നിശ്ചയിച്ച ഒരു ദിവസം വരെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താൻ ആഗ്രഹിക്കാം. അതിതാണ്, നേരിട്ട് കൊലപാതകം നടത്തുന്നില്ലെങ്കിലും കൊലപാതകത്തിൽ സഹകരിക്കുന്ന വ്യക്തികൾ, അഞ്ചാം പ്രമാണത്തെ ലംഘിക്കുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ അങ്ങനത്തെ ഒരു എന്താണ് സിറ്റുവേഷൻ പിടിയിട്ടുണ്ടാവില്ല അല്ലെ? നേരിട്ടല്ലാതെ പരോക്ഷമായിട്ടുള്ള ആളെ കൊല്ലുക എങ്ങനെയാണത് വളരെ കൃത്യമായിട്ട് പറയാം. ഒരു ഉദാഹരണത്തിന് മായം ചേർക്കുന്നത്, നേരത്തെ അവിടെ പറഞ്ഞു, മായം ചേർക്കുന്നത് പ്രത്യക്ഷത്തിൽ ഒരാളെ ഒരുപക്ഷെ കൊല്ലുന്നുണ്ടാവില്ല, പക്ഷെ പരോക്ഷമായി ഇൻഡയറക്റ്റ് ആയിട്ട് ഒരാളുടെ കൊലപാതകത്തിലേക്ക് നയിക്കാവുന്ന ഒരു പാപമാണ് മായം ചേർക്കൽ. അത് ഈ കൽപ്പന മൂലം നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് വേറെ ഒരു കാര്യം കൂടി ഒന്ന് നോക്കാം. അപ്പൊ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു പ്രവണതയാണ് പ്രകൃതി വിഭവങ്ങൾ അമിതമായിട്ട് ചൂഷണം ചെയ്യുന്ന കമ്പനികൾ, അല്ലെങ്കിൽ അമിതമായ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഫാക്ടറികൾ നടത്തുന്ന റിസോഴ്സുകൾ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളൊക്കെ. ഇതൊക്കെ പരോക്ഷമായിട്ട് ആളുകളെ കൊല്ലുന്നതിന് അല്ലെങ്കിൽ പരോക്ഷമായ കൊലപാതകം ചെയ്യുന്നതിന് തുല്യമായ പ്രവൃത്തികളാണ്, കുറ്റകരമാണ്. ഇപ്പൊ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യും. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ കേരളത്തിൽ തന്നെ വെള്ളം ഊറ്റിക്കൊണ്ട് ഉണ്ടായിരുന്ന ഒരു സംഭവം നിങ്ങൾക്കറിയാവുന്നത്. അതുപോലെ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക തരം സംവിധാനങ്ങളെ അവരുടെ കമ്പനിയുടെ അല്ലെങ്കിൽ ഫാക്ടറിയുടെ നന്മയ്ക്കും അതിന്റെ ലാഭത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ അത് മറ്റു മനുഷ്യ ജീവനുകളെ ബാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രവൃത്തിയും കുറ്റകരമാണ്, കൊല്ലരുത് എന്നുള്ള പ്രമാണത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇതൊക്കെ മറ്റാളുകൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഈ കൽപ്പനയുടെ പരിധിക്കകത്ത് വരുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഊഹിക്കാൻ പറ്റും, നമ്മളൊക്കെ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തില് പോലീസ് സ്റ്റേഷനിൽ കേസ് ഉണ്ടാവില്ല, ഇപ്പൊ നിയമനിർമ്മാണം അനുസരിച്ച് തടഞ്ഞുണ്ടാവില്ല ഒരു പക്ഷെ എല്ലാവരും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മൾ പലപ്പോഴും വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ സൽപ്പേരിനെ കളങ്കം ചാർത്തുന്നു, അവരെ മുറിപ്പെടുത്തുന്നു, ഇത് അവരുടെ വലിയ അഭിമാനക്ഷതത്തിന് കാരണമാകുന്നു. ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഈ കൊല്ലരുതെന്നുള്ള അഞ്ചാം പ്രമാണത്തിന്റെ പരിധിയിൽ തന്നെ വരും. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഒരു പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ കേസ് വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ചർച്ചയാകുന്ന മറ്റു വിഷയങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. എങ്കിലും നമ്മുടെ വാക്ക്, നമ്മുടെ നാവ് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. വാക്കുകൊണ്ട് ഒരാളെയും മുറിപ്പെടുത്താനോ ഒരു തരത്തിൽ കൊലപാതകം നടത്താനോ ഒരിക്കലും ഇടയാകരുത് എന്ന് പ്രത്യേകം ഓർക്കണം. നമ്മൾ പറഞ്ഞ കൊലപാതകം നേരിട്ട് ചെയ്തില്ലെങ്കിലും കൊലപാതകത്തിന് സഹായിക്കുകയോ കൊലപാതകവുമായി സഹകരിക്കുകയോ ചെയ്യുന്ന ആളുകളും കുറ്റക്കാരാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നുണ്ടോ? അപ്പൊ ഈ റോഡ് അപകടത്തിൽ പെട്ടിട്ട് അവരെ സഹായിക്കാതെ നിൽക്കുന്നവര് ഈ കൊലപാതകത്തില് എന്താ പറയാ കൂട്ടു നിൽക്കണ പോലെയല്ലേ അത്? അങ്ങനെ തന്നെയല്ലേ വരിക? എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്? വേറൊരാളുടെ ജീവൻ സംരക്ഷിക്കാനായിട്ട് നമുക്ക് അവകാശം, കടമയുണ്ട്. ആ കടമ നമ്മൾ ചെയ്യാതിരിക്കുക ചെയ്യണം അല്ലേ? സാധാരണ നമ്മൾ കാണുന്നതാണ്, ഒരു അപകടം പറ്റിക്കഴിഞ്ഞാല് അപകടത്തിൽ വീണ് കിടക്കുന്ന, പരിക്ക് പറ്റി കിടക്കുന്ന ആ വ്യക്തിയെ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ അയാൾക്ക് ആശ്വാസം കൊടുക്കുന്നതിനോ ചികിത്സ ലഭ്യമാക്കുന്നതിനോ ശ്രമിക്കാതെ ഒരു പക്ഷേ അവിടെ കൂടി നിന്ന് കമന്റ് പറയുകയോ അല്ലെങ്കിൽ അവിടെ മറ്റു വിഷയങ്ങൾക്ക് ശ്രദ്ധിക്കുകയോ ചെയ്യുന്ന വ്യക്തികൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും അവര് ഈ അഞ്ചാം പ്രമാണത്തിന്റെ ലംഘനമാണ് നടത്തുന്നത്. ഇത് ഞാൻ കണ്ടതാ. ഞാൻ കണ്ടിട്ടില്ല. എന്ത് പണിയാ കാട്ടിയമ്മേ? എന്താ ചെയ്യാൻ? ഇങ്ങനെ പോയാ എങ്ങനെയല്ലേ ഈ ലോകത്ത് ജീവിക്കുക? ഞാനൊരു സംശയം ചേട്ടാ, ഇങ്ങനെ സ്വരക്ഷയ്ക്ക് വേണ്ടിയൊക്കെ കൊല്ലാൻ പറ്റും? ഇവിടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ ആ കൊല്ലേണ്ടി വന്നത്. അതൊക്കെ തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് നിന്നെ ആക്രമിക്കാൻ വന്നു, അപ്പൊ നീ നിന്റെ ജീവൻ രക്ഷിക്കാൻ നോക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇത്ര കാലമായിട്ട് കാര്യ മാസത്തൊക്കെ പഠിക്കുന്നതോ കൊല്ലെന്നുള്ള കൽപ്പന? സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട്
വീട്ടില് ഒരാളെ കൊല്ലാനായിട്ട് വന്നു കരുതാം. നമ്മളെ ഒരാൾ ആക്രമിക്കാൻ വരുന്നു. ആ ആക്രമണത്തെ ചെറുക്കുന്നതിനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതിനിടയിൽ ആ വ്യക്തി കൊല്ലപ്പെടുന്നു. നമ്മൾ മനഃപൂർവ്വം ഉദ്ദേശിച്ചതല്ല കൊല്ലണം എന്നുള്ളത്. പക്ഷെ അത് ഈ കൊല്ലരുന്നുള്ള കൽപ്പന പ്രകാരം ഗുരുതരമായ പാപമാകും, ഗൗരവമുള്ള ഒരു തിന്മയായിട്ട് മാറും. ഈ രീതിയിലുള്ള സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരാള് ശ്രമിച്ചപ്പോൾ അക്രമി കൊല്ലപ്പെട്ടതും, അതുപോലെ തന്നെ യുദ്ധം ചെയ്യുമ്പോൾ പട്ടാളക്കാരെ എതിർ സൈന്യത്തിൽപ്പെട്ട ആളുകളെ കൊല്ലുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും അത് ഗുരുതരമായ കുറ്റമല്ല. കാരണം എന്താ? നമ്മൾ ആദ്യം പറഞ്ഞു സ്വയരക്ഷയാണ് കരുതാം. സ്വയരക്ഷയെ സംബന്ധിച്ച് എന്തിനാണ് ആ കൊലപാതകം നടത്തിയെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കൊലപാതകം നടത്തിയെന്ന് തന്നെ പറയാൻ പറ്റില്ലേ, സംഭവിച്ചു പോയതല്ലേ. എന്നെ ആക്രമിക്കാൻ വന്ന ഒരാളെ എന്നെ എതിർക്കുമ്പോൾ, പ്രതിരോധിക്കുമ്പോൾ അബദ്ധവശാൽ സംഭവിച്ചതാണ് ആ ഒരു കൊലപാതകം, സ്വയരക്ഷയ്ക്ക് വേണ്ടി. അപ്പൊ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്, നമ്മുടെ ആദ്യത്തെ ഡ്യൂട്ടി എന്താ? അത് നമ്മുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പൊ നമ്മുടെ ജീവൻ എടുക്കാനായിട്ട് ഒരാൾ വരുമ്പോ അയാളിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മുടെ കർത്തവ്യമാണ്, കടമയാണ്. അതിന്റെ ഇടയിൽ, ആ ശ്രമത്തിന്റെ ഇടയിൽ അങ്ങനെ ഒരു കൊലപാതകം നടക്കുകയാണെങ്കിൽ അതിനെ ഈ കൽപ്പനയുടെ ഗൗരവമായ കുറ്റം പറയാൻ പറ്റില്ല. അല്ല പക്ഷെ അപ്പൊ ഈ യുദ്ധത്തിലെ ആൾക്കാരെ കൊല്ലുന്നില്ലേ, അപ്പൊ അത് കൊലപാതകത്തിന്റെ കീഴിൽ വരില്ലേ? നല്ല ചോദ്യം. ഒരാളെ മനുഷ്യജീവിയെ നമ്മൾ കൊല്ലുകയാണല്ലേ യുദ്ധത്തില്, അത് കൊലപാതകത്തിന്റെ അല്ലെങ്കിൽ കൊല്ലരുന്നുള്ള കൽപ്പനയുടെ ലംഘനം ആവോ ആവില്ലേ? നമുക്കതും ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. യുദ്ധത്തിൽ എന്തുകൊണ്ടാണ് ഒരു കൊലപാതകം നടത്തുന്നെങ്കിൽ തന്നെ അതൊരു പാപമായിട്ട് പരിഗണിക്കാത്തത്? യുദ്ധത്തിലെ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് വൈരാഗ്യം തീർക്കാനോ അല്ലെങ്കിൽ അങ്ങനെയാണോ യുദ്ധം ചെയ്യുന്നത്? അല്ലല്ലോ. യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരെ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യേണ്ടതുണ്ട്. ഡ്യൂട്ടിയാണ് മറ്റൊരു രാജ്യത്തിന്റെ പട്ടാളക്കാരിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ളത്. ആ ഒരു അവസ്ഥയില് ആ പട്ടാളക്കാരെ ഡ്യൂട്ടി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരാള് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും പാപമാകില്ല, അല്ലേ? പക്ഷെ വേറൊരു കാര്യമുണ്ട്, നിരായുധരായ സൈനികൻ അല്ലെങ്കിൽ തടവുകാർ അല്ലെങ്കിൽ യുദ്ധത്തിൽ കീഴടങ്ങുന്ന എതിർ രാജ്യത്തിന്റെ എതിർ സൈന്യത്തിന്റെ പട്ടാളക്കാരൻ, അവരെ കൊല്ലുന്നത് ഈ കൽപ്പനയുടെ ഗൗരവമായ ലംഘനമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ആക്രമിക്കാൻ വരുന്നില്ല, എന്റെ രാജ്യത്തെ രക്ഷിക്കാനല്ല, നിരായുധനായി ഒരുപക്ഷെ രണ്ട് കൈയും ഉയർത്തി കീഴടങ്ങിയ ഒരു വ്യക്തിയെ കൊല്ലുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. യുദ്ധത്തിലാണെങ്കിൽ പോലും നിരായുധനായ കീഴടങ്ങിയ ഒരു വ്യക്തിയെ കൊല്ലുന്നത് 5-ാം പ്രമാണത്തിന്റെ നഗ്നമായ ലംഘനമാണ്, യാതൊരു സംശയവുമില്ല. നമ്മൾ കണ്ടു, അതായത് മനഃപൂർവ്വം കൊണ്ടുവന്ന നരഹത്യ വലിയ കുറ്റകൃത്യമാണ്, കൊല്ലരെന്നുള്ള പ്രമാണത്തിന്റെ പരിധിയിൽ വരുന്നതാണ്, മാരകപാപമാണെന്ന് കണ്ടു. അതിൽ തന്നെ ചില കൊലപാതകങ്ങൾ കുറെക്കൂടെ ഗൗരവമുള്ളതാണ്. എല്ലാ കൊലപാതകവും ഗൗരവമുള്ളതാണ്, പക്ഷെ ചില കൊലപാതകങ്ങൾ വളരെ ഗൗരവമായിട്ട് കാണുന്ന കുറ്റകൃത്യമായിട്ട് മാറുന്നുണ്ട്. അതിലൊന്നാണ് ശിശുഹത്യ, വളരെ ചെറിയ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്. അതുപോലെ തന്നെ സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ കൊല്ലുക, സ്വന്തം സഹോദരനെ സഹോദരിയെ കൊല്ലുക. അതുപോലെ തന്നെ വേറൊരു കുറ്റകൃത്യമാണ്, ഗൗരവമുള്ള കുറ്റകൃത്യമാണ് മാതാപിതാക്കളെ വധിക്കുക. വളരെ അപൂർവം സംഭവിക്കുന്നതാണ്, എന്നാൽ അത് വളരെ ഗൗരവമുള്ളതാണ്. അതുപോലെ തന്നെ ഗൗരവമുള്ള വേറൊരു കുറ്റകൃത്യമാണ് ദമ്പതികൾ തമ്മിൽ, ഇപ്പൊ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ കൊല്ലുന്നത്. മാഷെ എന്തത് ഇത്ര ഗൗരവമായിട്ടുള്ളതാണ്? ഗവൺമെന്റ് ചോദ്യം ഇതാണ്, കൊല്ലരുതെന്ന കൽപ്പനയിൽ എല്ലാ കൊലപാതകങ്ങൾക്കും ഒരേപോലെ ആണോ പരിഗണന? ഇതിന് മാത്രം എന്താണ്, ഈ 4 മാത്രം എന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു ശിശുവിനെ കൊല്ലുക എന്ന് പറയുമ്പോൾ നിഷ്കളങ്കനാണ്, കുറ്റം ചെയ്യാത്ത ഒരാളാണെന്നുള്ളതിനുപരി നിസ്സഹായം കൂടിയാണ്, അല്ലെ? ഒരു വ്യക്തി, മുതിർന്നൊരു വ്യക്തിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ തന്നെ കൊല്ലുമെന്ന് ഒരിക്കലും ചിന്തിക്കാത്ത ആ ഒരു പ്രായമാണ് ഒരു കുഞ്ഞു കുട്ടിയെ കൊല്ലുക എന്ന് പറയുന്നത്. ആ നിഷ്കളങ്കനായ ഒരു കുഞ്ഞിനെ കൊല്ലുക എന്ന് പറയുന്നത് അതിനാൽ തന്നെ ഗൗരവമുള്ളതാണ്. തിരിച്ചാക്രമിക്കാനോ അറ്റ്ലീസ്റ്റ് പ്രതിരോധിക്കാനോ പോലും കഴിവില്ലാത്ത ഒരു പ്രായത്തിലാണ് ആ ശിശു ഉണ്ടാവുക. ആ തരത്തിലുള്ള ശിശുവിനെ കൊല്ലുക എന്ന് പറയുന്നത് വളരെ ഹീനമായിട്ടുള്ള ഒരു നടപടിയാണ്. രണ്ടാമത്തെ കാര്യം നോക്കി, സഹോദരന്മാർ തമ്മിൽ ഒരു കൊലപാതകം ഉണ്ടാവുകയാണെങ്കിൽ അവർ തമ്മിൽ എന്ത് ബന്ധമുള്ളത്? രക്തബന്ധം, അല്ലേ?
ഒരേ അപ്പന്റെയും അമ്മയുടെയും മക്കളായിട്ട് രക്തബന്ധമുള്ള ആളുകളാണ് സഹോദരങ്ങൾ. അപ്പൊ അവര് തമ്മിലുള്ള കൊലപാതകത്തിനും ഒരു പരസ്പര വിശ്വാസത്തിനും സ്നേഹത്തിനും വളരാനായിട്ട് ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. ദൈവിക പദ്ധതി അനുസരിച്ച് അങ്ങനെ ജീവിക്കേണ്ട ആളുകളാണ്. ആ ആളുകള് പരസ്പരം വിശ്വാസം കളഞ്ഞ് ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നത് അഞ്ചാം പ്രമാണത്തിന്റെ ലംഘനത്തിന്റെ ഗൗരവം കൂട്ടുന്നു. മൂന്നാമത്തെ ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം, മാതാപിതാക്കളുടെ വധം സംഭവിക്കുന്നത് വളരെ അപൂർവമായിട്ടാണെങ്കിലും പലപ്പോഴും ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അസൂയ, കോപം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതാണ്. പക്ഷെ അത് മാതാപിതാക്കളുടെ കൊലപാതകത്തിൽ അവസാനിക്കുകയാണെങ്കിൽ എത്രത്തോളം ഒരു ഗൗരവമുള്ളതാണെന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പങ്കാളികൾ തമ്മിൽ ഒരു കൊലപാതകം നടക്കുകയാണെങ്കിൽ, ആ പങ്കാളികൾക്കിടയിൽ ഒരു കൊലപാതകം നടക്കുകയാണെങ്കിൽ, ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എത്ര വിചിത്രമായിരിക്കും അല്ലേ? കാരണം പരസ്പര വിശ്വസ്തതയില് യോജിപ്പിക്കപ്പെട്ട ഒരു ബന്ധമാണ് വിവാഹബന്ധം. വിവാഹബന്ധ കൂതാശയില് സ്വതന്ത്രമായ മനസ്സോടും തീരുമാനത്തോടും സമ്മതത്തോടും കൂടെ ഒക്കെയാണ് ഇവർ തമ്മിൽ ഒന്നായിരിക്കുന്ന ഇവര് അതിനിടയിൽ രണ്ടാവുകയും അതിൽ രണ്ടിലൊരാൾ മറ്റേ ആളെ കൊല്ലുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു കുറ്റമാണ്. അതുകൊണ്ടാണ് ഈ 4 കൊലപാതകങ്ങളും നരകത്തിൽ തന്നെ കൂടുതൽ ഗൗരവമുള്ളതായിട്ട് മാറുന്നത്. നീ എത്ര നീ ഒന്ന് അയച്ചല്ലോ ഇപ്പൊ ഇതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ. എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടാണോ പൈസ എത്തിക്കുക അവിടെ? അക്കൗണ്ട് നമ്പർ ഇതാ. 500 500 1000 അയച്ചു കൊടുത്തു നോക്കി. എൻ്റെ ഒരു കുഴിമന്തിര പൈസ അല്ലേ പോകണല്ലോ. ഞാൻ അയച്ചിട്ടില്ലേ? എന്തിട്ടാ പരിപാടി? പുതിയ സിനിമയാണോ? സിനിമ എന്നല്ലടാ, നമ്മൾ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ കണ്ടില്ലേ മറ്റേ ആ കുട്ടിയുടെ ചികിത്സ സഹായം. നമ്മളൊക്കെ സഹായിക്കണ്ടേ? ഞാൻ അയച്ചില്ല, അപ്പോൾ കാര്യം പറയായിരുന്നു. എന്തിന് ഇത്ര ഫണ്ട്? പാവപ്പെട്ടെടുത്ത കുട്ടികളാണ്, അവർക്കൊന്നും താങ്ങില്ലല്ലോ, നമ്മളെ പോലെ സഹായിക്കണ്ടേ. പിന്നെ നമ്മൾക്ക് ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ നമ്മളൊരു പാർട്ടാവണമെന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമില്ലേ? അല്ലടാ, അപ്പം ഈ പാവപ്പെട്ടവർക്ക് താങ്ങാവുന്ന ചികിത്സയൊന്നും ഇല്ല നമ്മളവിടെ. ഇത്ര ഡെവലപ്പ് ആയതല്ലേ നമ്മളൊക്കെ. ചിലവറിന് ചികിത്സ ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ മനുഷ്യന്മാരുടെ മുകളിൽ പരീക്ഷണം നടത്തണ്ടേ? അതിന് കുറേ ലിമിറ്റേഷൻസ് ഒക്കെ ഇല്ലേ? നമ്മുടെ ശാരീരിക സമഗ്രത സംരക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക, നമ്മുടെ ജീവനെ സംരക്ഷിച്ച് നിലനിർത്തുക, ആ ഒരു ആസ്പെക്റ്റിലാണല്ലോ നമ്മൾ ചികിത്സ തേടുന്നത്, അല്ലെങ്കിൽ അസുഖം വരുമ്പോൾ ചികിത്സിക്കാൻ പോകുന്നത്. ചികിത്സിക്കുന്ന ആൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ ചികിത്സിക്കുന്നു. പരമാവധി നമ്മളുടെ ജീവൻ നിലനിർത്താനായിട്ട് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത ഇതാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായേക്കാം. അതായത് ചികിത്സ നടത്താനായിട്ട് നമ്മൾ ഏതറ്റം വരെ പോകാൻ പറ്റും, എത്രത്തോളം ഭാരിച്ച ചികിത്സാ രീതി നമ്മൾ അവലംബിക്കേണ്ടതായിട്ടുണ്ട്, അതിന് ഏതെങ്കിലും ലിമിറ്റ് ഉണ്ടോ? പലപ്പോഴും നമ്മുടെ ഈ ഇടയ്ക്കായിട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം കൂടിയാണ്, അല്ലേ? നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം ഇതാണ്: ചികിത്സ അല്ലെങ്കിൽ നമ്മളുടെ ജീവൻ നിലനിർത്താനായിട്ട് ഏതറ്റം വരെ ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന് പോകാനായിട്ട് കഴിയും? അപ്പൊ 2 തരത്തിലുള്ള ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ വരുമെന്ന് എനിക്കറിയാം. ഒന്ന്, ഏത് വിധേനയും ജീവൻ നിലനിർത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? അതേസമയം തന്നെ അതിനുവേണ്ടി എന്തും ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് എല്ലാവരെ കൊണ്ട് സാധിക്കുമെന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് കത്തോലിക്ക സഭ അതിനെ വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ അതിലെ പഠനങ്ങൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ചികിത്സയെ സംബന്ധിച്ച് നമ്മൾ ഏർപ്പെടുത്തുന്ന സംവിധാനം ആ ചികിത്സ മൂലം ലഭിക്കുന്ന റിസൾട്ടിനോട് ആനുപാതികമല്ലാത്ത വിധം കുറഞ്ഞിരുന്നാൽ, എന്ന് വെച്ചാൽ നമ്മൾ വലിയ ഒരു ചികിത്സയ്ക്ക് പോകുന്നു, പക്ഷെ അതിന്റെ റിസൾട്ട് കാര്യമായിട്ട് ഉണ്ടാകുന്നില്ല. ചികിത്സ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ റിസൾട്ട് ഇല്ലാതെ ചികിത്സിക്കുക എന്ന് പറയുന്ന രീതിയിലേക്കാണ് വരിക, അല്ലെ? റിസൾട്ട് ആനുപാതികമല്ലാത്ത രീതിയിലുള്ള ചികിത്സ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. അപ്പൊ ചികിത്സയെ സംബന്ധിച്ച് നമ്മൾ ചെലവഴിക്കുന്ന പൈസയെ സംബന്ധിച്ചും ആനുപാതികമല്ലാത്ത ഒരു ഫലം ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ, നമ്മൾ എടുക്കുന്ന എഫർട്ടിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മൾ നന്നായിട്ട് ആലോചിച്ച് ചെയ്യണം എന്നുള്ളതാണ് സഭയുടെ കാഴ്ചപ്പാട്.
പക്ഷേ ഇപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ ആൾക്കാരുടെ ചികിത്സ വേണ്ടതെങ്കിൽ അവർക്ക് അതിനായിട്ട് പണം കണ്ടെത്താൻ സാധിക്കാത്തൊരവസ്ഥയിൽ ഇപ്പോൾ സമൂഹം ഒന്നു ചേർന്നവരെ സഹായിക്കേണ്ടതല്ലേ? അങ്ങനെ പല പ്രവർത്തനങ്ങളും നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നല്ല ഒരു ആശയമാണ് വിവ പറഞ്ഞത്. ഒരു കുടുംബത്തെ സംബന്ധിച്ച് ചികിത്സ വലിയ ഭാരമായിട്ട് വരുമ്പോൾ, ഒരുപക്ഷെ അവർക്കത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സമൂഹം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ നമ്മളുടെ സമുദായം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരൻ എന്ന നിലയ്ക്കൊക്കെ പലപ്പോഴും ആ ഒരു ചികിത്സാ രീതിയിലെ ചികിത്സയുടെ സംവിധാനത്തിലേക്ക് നമ്മളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അല്ലേ? ഈയിടെയായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ക്രൗഡ് ഫണ്ടിങ് എന്നുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും സമൂഹത്തിന് ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. ഏതെങ്കിലും ഒരു കുടുംബം ഞെരുങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ ആ കഷ്ടപ്പാടില് അവർ കൈത്താൻ കൊടുക്കാനായിട്ടുള്ള വലിയ ചുമതല സമൂഹത്തിനുണ്ട്. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. കേസ് നമ്പർ 19/2020 രാംലാൽ രാംലാൽ രാംലാൽ. കോടതി സമക്ഷം സമർപ്പിച്ച എല്ലാ രേഖകളും ഈ കേസിലെ ഒന്നാം പ്രതിയായ രാംലാൽ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്നതിനാലും സമൂഹത്തിൽ ഇത്തരത്തിലൊരു കുറ്റകൃത്യം ആവർത്തിക്കപ്പെടുമെന്നതിനാലും അസാധാരണമായ ഈ കേസിൽ വധശിക്ഷ തന്നെ നടപ്പാക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ താഴ്മയെ അഭ്യർത്ഥിക്കുന്നു. That's all, Your Honor. പ്രോസിക്യൂഷൻ സമർപ്പിച്ച എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അനുരാധ വധക്കേസിൽ രാംലാലിൻ്റെ പങ്ക് കോടതി മുമ്പാകെ സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. നിരായുധയും നിസ്സഹായവുമായ ഉറങ്ങിക്കിടന്നിരുന്ന 6 വയസ്സ് പ്രായമുള്ള അനുരാധ എന്ന ബാലികയെ നീചവും പൈശാചികവുമായി കൊലപ്പെടുത്തിയ രാംലാലിൻ്റെ വികൃതമായ മനസ്സ് സമൂഹത്തിന് ഭീഷണിയാണ്. ഈ കൊലപാതകം തീർത്തും അപൂർവമായതിനാലും സമൂഹത്തിൽ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെടരുത് എന്നതിനാലും ഇന്ത്യൻ ശിക്ഷാ നിയമവ്യവസ്ഥയിൽ പരമാവധി ശിക്ഷയായ വധശിക്ഷയ്ക്ക് ഇയാളെ വിധിക്കുന്നു. മാഷി, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വധശിക്ഷ നടപ്പാക്കുമ്പോൾ ഒരാളുടെ ജീവനല്ലേ നഷ്ടപ്പെടണേ? അപ്പൊ ആളുടെ ജീവന് വിലയൊന്നുമില്ലേ? അതും ഒരു ജീവൻ തന്നെയല്ലേ നമ്മൾ കളയണേ? ഉന്നയിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. വധശിക്ഷ നടപ്പാക്കുമ്പോൾ ഒരു ജീവൻ അവിടെ നഷ്ടപ്പെടല്ലേ? കുറ്റത്തിന്റെ ഒരു ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ കുറ്റം ചെയ്ത വ്യക്തി ശിക്ഷിക്കപ്പെടുമ്പോൾ അയാളുടെ മരണം ഉറപ്പാക്കുമ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെടല്ലേ ചെയ്യണത്? അതുകൊണ്ട് വധശിക്ഷ നിയമാനുസൃതമാണോ എന്നുള്ള ചോദ്യമാണ് ബെഞ്ചിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം നോക്കാം. എന്തിനാണ് ശിക്ഷ? കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ വേണമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. അതിന് 3-4 കാര്യങ്ങൾ പ്രധാനമായിട്ടും ആ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ കുറ്റം ചെയ്ത വ്യക്തിക്ക് ആ ശിക്ഷ സ്വീകരിക്കുന്നതോട് കൂടിയിട്ട് അത് തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടാവുന്നതാണ്. പക്ഷെ ആ ശിക്ഷ കൊണ്ട് ആ വ്യക്തിക്ക് ഒരു മാനസാന്തരം സംഭവിക്കാനും ആ വ്യക്തി നന്നാവാനുമുള്ള ഒരു സാധ്യത ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു മാനദണ്ഡം. രണ്ടാമത്തെ മാനദണ്ഡം, ആ ശിക്ഷ നടപ്പാക്കുന്നത് വഴി സമൂഹത്തിൽ സംഭവിച്ച ഒരു ക്രമഭംഗം അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെടണം. ഇയാളുടെ കുറ്റകൃത്യം കൊണ്ട് സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആ കുറ്റം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ക്രമഭംഗം ഈ ശിക്ഷ നടക്കുന്നതിലൂടെ തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ആ ശിക്ഷ നടക്കുന്നത് നല്ലതാണ്. മൂന്നാമതൊരു പോയിന്റ്, ശിക്ഷ കുറ്റത്തിന് ആനുപാതികമായിരിക്കണം എന്നുള്ളതാണ്. അത് നമുക്ക് മനസ്സിലായില്ലേ? ചെറിയ കുറ്റത്തിന് ചെറിയ ശിക്ഷ, വലിയ കുറ്റത്തിന് വലിയ ശിക്ഷ. വധശിക്ഷയുടെ കാര്യത്തിൽ ശിക്ഷ ആനുപാതികമാണെങ്കിൽ കുറ്റകൃത്യം അതിന് മാത്രം വലുതായിരിക്കണം, ഗൗരവമുള്ളതായിരിക്കണം, സംശയമില്ല. നാലാമതൊരു കാര്യം കൂടി ശിക്ഷ കൊടുക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ആ കുറ്റത്തിന് പരിഹാരം ചെയ്യുക എന്നുള്ളതാണ്. കുറ്റത്തിന് പരിഹാരം ചെയ്യുന്ന രീതിയിലുള്ള ശിക്ഷയാണ് ആവശ്യം. ഈ 4 മാനദണ്ഡങ്ങൾ പരിഗണിച്ചിട്ട് വേണം ഒരു ശിക്ഷ വിധിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നേരത്തെ നമ്മൾ ഉന്നയിച്ച വധശിക്ഷ ഏത് അവസരത്തിലായിരിക്കും ആക്ട് ആവുക, അല്ലെങ്കിൽ ഏത് അവസരത്തിലും അത് അനുയോജ്യമല്ലാത്തതാണോ എന്ന് ചിന്തിക്കാമോ? എനിക്ക് തോന്നുന്നു സഭ വധശിക്ഷയെ അനുകൂലിക്കുന്നില്ലെങ്കിലും മറ്റൊരു സാഹചര്യവും നിലവില്ലാത്ത അല്ലെങ്കിൽ മറ്റൊരു ശിക്ഷയും നൽകാൻ സാധിക്കാത്ത അത്ര ഗൗരവമുള്ള ഒരു കുറ്റം ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം പരിമിതപ്പെടുത്തി വധശിക്ഷ നടപ്പാക്കുന്നതിനെയാണ് സഭ ഉദ്ദേശിക്കുന്നത്. ഒരു സാഹചര്യത്തിലും ഒരു തരത്തിലും മറ്റൊരു ശിക്ഷയും നൽകിയാൽ ഈ കുറ്റകൃത്യത്തിന് മതിയായ പരിഹാരമാകില്ല. നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങളുടെ ആ ഒരു കാറ്റഗറി മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ
ഒരു ശിക്ഷയും ഇതിന് പരിഹാരമാവില്ല എന്ന ഘട്ടത്തിൽ വേണമെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരവസ്ഥയിൽ വധശിക്ഷ നൽകുന്നത് സഭ എതിർക്കുന്നില്ല.